5 Mile. നമസ്കാരം. നേപ്പാളാണ് വിഷയം. എന്താ നേപ്പാളിന് സംഭവിച്ചത്? ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ അതിശയം തോന്നുന്നു, വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നു. ഹിമാലയ സാനുക്കളിലെ ഒരു പുണ്യ സ്ഥലമായിട്ടാണ് പലരും നേപ്പാളിനെ കാണാറുള്ളത്. പശുപതിനാഥന്റെ ഉറവ് ക്ഷേത്രമാണ്, ഉൾക്കൊള്ളുന്ന ഉപദേശമാണ്. പശുപതിനാഥന്റെ മണ്ണാണ്. ലോകത്തിലെ ഏക ഹിന്ദു രാഷ്ട്രവുമാണ്. അവരിന്ന് സർവ്വതും, അവരുടെ അഭിമാന സ്തംഭങ്ങളും മുഴുവൻ വിറ്റുതൊലച്ചാലോ? ഏത് രാജ്യത്തിനാ അങ്ങനെ കഴിയുക? രാജ്യത്തോട് കൂറുള്ള, രാജ്യത്തോട് സ്നേഹമുള്ള, അവനവന്റെ മണ്ണിനോട് സ്നേഹമുള്ള ഒരാൾക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയും. പക്ഷെ നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം വന്നതിന് ശേഷം എന്തൊക്കെയോ അപകടങ്ങൾ അവിടെ നടക്കും. ഏറ്റവും ഒടുവിൽ കേട്ട വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണ്. അക്ഷരാർത്ഥത്തിൽ എവറസ്റ്റ് കൊടുമുടി നേപ്പാൾ ചൈനയ്ക്ക് തീറെഴുതി കൊടുത്തിരിക്കും. ലോകം ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല ഈ വിഷയം, പലരും അറിഞ്ഞിട്ടില്ല. എന്നാൽ അത് സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ ഹിമാലയൻ പ്രൈഡ് എന്നൊക്കെ നമ്മൾ പറയാറുള്ള എവറസ്റ്റ് കൊടുമുടിയുടെ ഉടമസ്ഥൻ, നാഥൻ ചൈനയാണ്, ടിബറ്റാണ്. ഞാനതാണ് സൂചിപ്പിച്ചത്. രാജ്യത്തോട് സ്നേഹമുള്ള ഒരു ഭരണാധികാരിക്കും ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. 1961 നേപ്പാളും ടിബറ്റും തമ്മിൽ ഒരു ധാരണയുണ്ടാക്കിയിരുന്നു. അതിൽ ഒരു ആശയക്കുഴപ്പവുമില്ല, വളരെ വ്യക്തതയുള്ള കരാറാണ്. അതിൽ പറയുന്നു 1960 എവറസ്റ്റ് കൊടുമുടിയുടെ തെക്ക് ഭാഗം നേപ്പാളിന് അവകാശപ്പെട്ടതാണ്. വടക്ക് ഭാഗം, അതായത് പിന്നാമ്പുറം, ടിബറ്റിൻ്റെതാണ്. രണ്ടു കൂട്ടരും സമ്മതിച്ചതാണ്. നമ്മള് എവറസ്റ്റിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എത്തുന്നത് നേപ്പാളിലാണ്. നേപ്പാളാണ് അതിന്റെ എന്താ പറയാ ഗോപുരം. വടക്ക് ഭാഗം, തെക്ക് ഭാഗത്തുകൂടിയാണ് നമ്മൾ അവിടേക്ക് എത്തുന്നത്. അങ്ങനെ ഒരു ധാരണാപത്രം നിലനിൽക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നേപ്പാള് ആ ലോക അത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള എവറസ്റ്റ് കൊടുമുടി ചൈനയ്ക്ക് ചാർത്തി കൊടുത്തത്? ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. ഇത് നേപ്പാൾ ജനത അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഈ ഇടപാട് നടക്കുന്ന സമയത്ത് ജനങ്ങൾ അറിഞ്ഞില്ല. ഇന്നിപ്പോൾ അത് ചർച്ചാ വിഷയമായിട്ടുണ്ട്. അവിടുത്തെ സാമൂഹ്യ നിരീക്ഷകന്മാര്, ചില മാധ്യമ പ്രവർത്തകര് ഒക്കെ അതൊരു ഇഷ്യൂ ആക്കി കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് ചൈനയുടെ ഔദ്യോഗിക TV, ചൈന ഗ്ലോബൽ ടെലിവിഷൻ നെറ്റ്വർക്ക്, അവരാ വാർത്ത പുറത്തു കൊണ്ടുവന്നു. എവറസ്റ്റ് ഞങ്ങളുടേതായി എന്ന് ചൈന കൊട്ടിഘോഷിച്ചു എന്നർത്ഥം. ഈ ടെലിവിഷൻ നെറ്റ്വർക്കിന്റെ ട്വീറ്റ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ട്വിറ്റർ ഹാൻഡില് റീട്വീറ്റ് ചെയ്തതാണ്. എന്തുകൊണ്ടോ അവരത് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്തു. മിക്കവാറും അത് രഹസ്യമാക്കി വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാകാം.
ഇന്നിപ്പോ നേപ്പാളിൽ അത് ചർച്ചാ വിഷയമാണ്. രാജ്യത്തെ ഒറ്റുകൊടുത്ത, രാജ്യത്തിന്റെ അഭിമാന സ്തംഭങ്ങളെ, ഹിമാലയൻ പ്രൈഡ് എന്നൊക്കെ നമ്മൾ പറയാറുള്ള എവറസ്റ്റ് കൊടുമുടിയെ വിറ്റുതൊലച്ച, രാജ്യത്തെ ഒറ്റുകൊടുത്ത ഭരണാധികാരി എന്നുള്ള നിലയിലേക്ക് ഇപ്പോഴത്തെ നേപ്പാൾ പ്രധാനമന്ത്രി എത്തിച്ചേരുകയാണ്, KP ശർമ്മ ഒലി. ഞാനിതിപ്പോ സൂചിപ്പിക്കാൻ കാരണം, എന്തുകൊണ്ടാണ് നേപ്പാൾ ഇന്ത്യയുമായിട്ടൊരു അതിർത്തി തർക്കം ഇപ്പോൾ ഉന്നയിക്കുന്നത് എന്ന ചോദ്യമാണ്. അതിന് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്കിടയിലാണ് ഈ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുന്നത്. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബന്ധം ഞാൻ വിവരിക്കേണ്ടതില്ല. എത്രത്തോളം സൗഹാർദ്ദപരമായിരുന്നു രണ്ടും. നേപ്പാളിന് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇന്ത്യയിലേക്ക് എത്താമായിരുന്നു. ഇന്ത്യ അത് കൈയഴിച്ച് സഹായിച്ചിട്ടുണ്ട്. പണമെങ്കിൽ പണം, ഡീസലെങ്കിൽ ഡീസൽ, പെട്രോളെങ്കിൽ പെട്രോൾ. ഏത് രംഗത്താ നേപ്പാളിനെ ഇന്ത്യ സഹായിക്കാതെ വന്നിട്ടുള്ളത്? ഏറ്റവും ഒടുവിൽ അവിടെ ഭൂകമ്പം ഉണ്ടായപ്പോ നമ്മുടെ സൈനികന്മാരല്ലേ ഓടിയെത്തിയത്? നമ്മുടെ വ്യോമസേനയല്ലേ രക്ഷാപ്രവർത്തനം നടത്തിയത്? നമ്മുടെ CDRFന്റെ കമാൻഡോസ് അല്ലേ അവിടെ പോയി മനുഷ്യരെ രക്ഷിക്കാനായിട്ട് പ്രയത്നിച്ചത്? അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ. കാരണം അതൊരു ഹിന്ദു രാഷ്ട്രമാണ്. നേപ്പാളിന്റെ സംസ്കാരം നിലനിർത്തി മുന്നോട്ട് പോകേണ്ടത് ഇന്ത്യയും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇന്നിപ്പോ ചൈന നേപ്പാളിനെ കഴുത്തിൽ കയറിട്ട് പിടിക്കുക. ഞാൻ നേരത്തെ ഒരിക്കൽ സൂചിപ്പിച്ചു, രാജീവ് ഗാന്ധി ഭരണകാലത്താണ് റോയെ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ രാജഭരണം അട്ടിമറിക്കാൻ ശ്രമിച്ചത്. പൊളിറ്റിക്കൽ പാർട്ടീസിനകത്ത് കോൺസെൻസസ് ഉണ്ടാക്കി രാജഭരണത്തിനെതിരായിട്ട് ഏകോപനം ഉണ്ടാക്കിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് റോയാണ്. രാജീവ് ഗാന്ധിയുടെ നിക്ഷിപ്ത താല്പര്യമായിരുന്നു. നമ്മൾ സോണിയാഗാന്ധിയുടെ വത്തിക്കാൻ ബന്ധത്തെക്കുറിച്ചും ക്രൈസ്തവ ബന്ധത്തെക്കുറിച്ചൊക്കെ പറയാറില്ലേ? ഒരുപക്ഷെ ലോകത്തിലെ ഏക ഹിന്ദു രാഷ്ട്രത്തെ തകർക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചത് ഒരുപക്ഷെ ഇന്ത്യക്ക് വെളിയിലായി കൂടായികയില്ല. അവസാനം ഇന്ത്യയുടെ ശത്രുപക്ഷത്ത് നേപ്പാളിനെ കൊണ്ട് ചെന്ന് എത്തിച്ചു ആ നീക്കങ്ങൾ. ഇന്നവിടെ ചൈന പിടിമുറുക്കുകയാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയെ പോലെയാണ് നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നത്, നിലകൊള്ളുന്നത്. ചൈനയാണ് അവർക്ക് പണവും സഹായവും കൊടുക്കുന്നത്. അവരുടെ നോമിനിയാണ് ഇപ്പോഴത്തെ KP ശർമ്മ ഒലി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോ എവറസ്റ്റ് ചൈനയ്ക്ക് വിറ്റിട്ടുണ്ടെങ്കിൽ, തീരെഴുതിയിട്ടുണ്ടെങ്കിൽ അതൊരു കമ്മ്യൂണിസ്റ്റുകാരനെ കഴിയൂ എന്ന്. 1962 ചൈന ഇന്ത്യയെ ആക്രമിച്ച സമയത്ത് കോൺഗ്രസിന്റെ ഭരണമായിരുന്നു രാജ്യത്ത്. VK കൃഷ്ണമേനോനായിരുന്നു പ്രതിരോധ മന്ത്രി, നെഹ്റു ആയിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യയിലെ കണ്ണിൽ കണ്ട കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ പിടിച്ച് ജയിലിലിട്ടത് എന്തുകൊണ്ടാണ്? ഈ കൂട്ടരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് നെഹ്റുവിന് അറിയാമായിരുന്നത് കൊണ്ടല്ലേ. അവരിപ്പോ നേപ്പാളില് ഭരണത്തിലേറിയ ഉടനെ തന്നെ അവരുടെ സർവസ്വവും എന്ന് പറയാവുന്ന പലതും ചൈനയ്ക്ക് അടിയറ വച്ചുവെങ്കിൽ നമ്മൾ വേറെ എന്ത് ചിന്തിക്കാനുള്ളത്? ഇന്നിപ്പോ ഈ പ്രകോപനത്തിന്റെ പിന്നില് ഒരു കാരണവും കാണാനില്ല. നേപ്പാളും ഇന്ത്യയും തമ്മിൽ അതിർത്തി തർക്കം ഉണ്ടായിരുന്നു, ശരിയാണ്, ഉണ്ട്, വേണമെങ്കിൽ ഇപ്പോഴും പറയാം. അത് 1981 മുതലുണ്ട്. രണ്ട് രാജ്യങ്ങളും ആ പ്രശ്നം പരിഹരിക്കാൻ ഒരു ജോയിന്റ് ഗ്രൂപ്പിനെ നിശ്ചയിച്ചു.
അവർ 2007 വരെ സക്രിയമായിട്ട് സജീവമായിട്ട് ഇടപെട്ടു. ഏതാണ്ട് 98% അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിച്ചു. ഇനി കട്ടിച്ച് ഒരു 30-35 കിലോമീറ്റർ ദൂരത്തിലെ പ്രശ്നമേ ബാക്കിയുള്ളൂ. അതിർത്തിയിലുള്ള 8533 സർവേ കല്ലുകൾ രണ്ടു കൂട്ടരും അംഗീകരിച്ചു. ബാക്കിയുള്ള തർക്കം നിലനിൽക്കില്ലെന്ന് നേപ്പാളിനും അറിയാം. അതിന് കാരണം വേറൊരു ചരിത്രമാണ്. 1800 ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. 1816 നേപ്പാൾ രാജാവും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒരു കരാറുണ്ടാക്കി. അതനുസരിച്ച് നേപ്പാളിന്റെ കുറെ ഭൂപ്രദേശങ്ങൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബ്രിട്ടീഷുകാർക്ക് കൈമാറി. ആ കരാറിന്റെ ഒടുവില് ബ്രിട്ടീഷുകാരനാണ് കരാർ എഴുതുന്നതെന്ന് ഓർക്കണം. ഇന്ന് മാത്രമല്ല, ഇനി ഒരിക്കലും നേപ്പാളിന്റെ ഒരു ഭരണകർത്താവിനും ഈ ഭൂപ്രദേശം സംബന്ധിച്ച് അവകാശവാദം ഉന്നയിക്കാനുള്ള അധികാരമില്ല എന്നാണ് എഴുതി ചേർത്തിരിക്കുന്നത്. അതില് കാളി നദിയുടെയും രപ്തി നദിയുടെയും ലോ ലയിങ് ലാൻഡ്സ്, അതിന്റെ ഇടയ്ക്കുള്ള ഈ രണ്ട് നദികൾക്ക് ഇടയ്ക്കുള്ള ഭൂപ്രദേശം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടേതാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു കരാറ് നേപ്പാൾ രാജാവ് ഉണ്ടാക്കിയതിന് ശേഷം ഇന്നിപ്പോ ആ പ്രദേശം തങ്ങളുടേതാണെന്ന് നേപ്പാൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? 1816 ഇന്ത്യ സ്വതന്ത്രമായിട്ടില്ല. പക്ഷെ ബ്രിട്ടീഷുകാരുടെ അധീനതയിലുണ്ടായിരുന്ന ഈ ഭൂപ്രദേശം ഉൾപ്പെടെ ചേർന്നിട്ടാണ് പിന്നീട് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആകുന്നത്, സ്വതന്ത്ര ഇന്ത്യ ആകുന്നത്. അപ്പൊ 1947 മുതൽ ഈ ഭൂപ്രദേശമൊക്കെ ഇന്ത്യയുടേതാണ്. ഇന്നിപ്പോ അത് ഇന്ത്യയുടേതല്ല, ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞാൽ ആർക്കാ വിശ്വസിക്കാൻ പറ്റുക? അവിടെയാണ് ചൈനയുടെ ഇടപെടലിനെ കുറിച്ച് ഒരു സംശയം തോന്നുന്നത്. ഈ കാലാപാനി ഒക്കെ ചൈനീസ് ബോർഡറിനോട് ചേർന്നാണ്. അവിടെ ഇന്ത്യക്ക് വലിയ സുരക്ഷാ താവളമുണ്ട്. നമ്മുടെ ITBP സേനാംഗങ്ങളുടെ ടെന്റുകളും സേനാ ആസ്ഥാനവും ഒക്കെ ഉണ്ട് അവിടെ. ഇന്നിപ്പോൾ ഒരു വലിയ പ്രശ്നം ചൈനയെ ആലോചനപ്പെടുത്തുന്നത്, രണ്ട് പ്രശ്നങ്ങളാണ് ചൈനയെ ആലോചനപ്പെടുത്തുന്നത്. അതിലൊന്ന്, ചൈനീസ് അതിർത്തിയിലേക്ക് ഇന്ത്യ ഒരു പുതുതായിട്ട് റോഡ് വെട്ടിയതാണ്, ധാർചുല ലിപുലേഖ് റോഡ്. യഥാർത്ഥത്തില് അവിടെ ഒരു സഞ്ചാര പാത 1981 മുതലുണ്ട്. കൈലാസ് മാൻസരോവർ തീർത്ഥയാത്രയ്ക്ക് 1981 വീണ്ടും അനുമതി ചൈന നൽകിയത് മുതൽ തീർത്ഥാടകർ യാത്ര ചെയ്യുന്ന മാർഗമാണത്. അതൊരു ചെറിയ പാതയായിരുന്നു, നടന്നു പോകാൻ പറ്റുന്ന പാത. നടന്നു പോകുമ്പോൾ 4 ദിവസം എടുത്തിരുന്ന സ്ഥലത്ത് ഇന്ന് 4 മണിക്കൂർ കൊണ്ട് എത്താൻ പാകത്തിന് ഇന്ത്യയുടെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ അവിടെ ഒരു സിംഗിൾ വേ പാത്ത് പണിതു. ഒരു ട്രക്കിന് പോകാൻ കഴിയും. അത് ഈ മാൻസരോവറിലേക്കുള്ള തീർത്ഥാടകർക്ക് എളുപ്പമാർഗവും കൂടിയായി. ആ റോഡ് ചെന്ന് നിൽക്കുന്നത് ലിപു ലേക്കിന്റെ അടുത്താണ്. അവിടെ നിന്ന് 4 കിലോമീറ്റർ പോയാൽ ചൈനീസ് അതിർത്തിയായി. അപ്പോഴും ഇന്ത്യക്ക് ഉള്ളിലാണ് ഈ റോഡ് എന്നത് ഓർക്കണം. ആ റോഡിനെ കുറിച്ചാണ് ഇപ്പൊ നേപ്പാൾ അവകാശവാദം ഉന്നയിച്ചു തങ്ങളുടെ ഭൂമിയിലാണെന്ന് പറയുന്നത്. 1981 മുതൽ ഇന്ത്യക്കാർ ഉപയോഗിക്കുന്നതാണ്, നമ്മുടെ തീർത്ഥാടകർ ഉപയോഗിക്കുന്ന സ്ഥലമാണ്. കച്ചവടക്കാർക്ക് ഇപ്പോൾ ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് ചൈനയ്ക്കുമുള്ള കച്ചവടക്കാർക്ക് പോകാനുള്ള ഒരു മാർഗം കൂടിയാണത്. അപ്പോൾ ഇന്ത്യ ചൈനീസ് അതിർത്തിയുടെ അടുത്ത് വരെ പുതിയൊരു റോഡ് വെട്ടിത്തെളിച്ചപ്പോൾ ചൈനയ്ക്ക് വിഷമമായി. അവര് നേപ്പാളിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ടാവണം പുതിയ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ. വേറൊരു പ്രശ്നം കൂടിയുണ്ട് ചൈനയുടെ മനസ്സിൽ.
പാക് അധീന കാശ്മീരിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. POK, ഗിൽജിത് ബാൾട്ടിസ്ഥാൻ, മുസാഫറാബാദ്, അതിന് പുറമെ ചൈനയുടെ അധീനതയിലുള്ള അക്സായി ചിൻ. ഇത് ഇന്ത്യയുടെ ഭൂപ്രദേശമാണ്, അത് ഇന്ത്യക്ക് വിട്ടുകിട്ടിയേ പറ്റൂ എന്നുള്ളൊരു നിലപാട് ഇന്ത്യ എടുത്തിട്ട് കാലം കുറയായി. മാത്രമല്ല, അതിലേക്ക് ഉള്ള മറ്റു നടപടികളുമായിട്ട് ഇന്ത്യ മുന്നോട്ട് വരുന്നു എന്നുള്ള വിവരവും ചൈനയ്ക്ക് അറിയാം. ചൈനയെ അലട്ടുന്ന പ്രശ്നം ഗോഡാർ തുറമുഖത്തേക്ക് ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ മുഖേനയുള്ള വാഗ്സാനിലൂടെയുള്ള റോഡിന്റെ നിർമ്മാണം ഈ പറയുന്ന ഇന്നിപ്പോ ഇന്ത്യയുടെ സ്ഥലം പാകിസ്ഥാൻ കൈവശം വച്ചിട്ടുള്ള ഇന്ത്യയുടെ സ്ഥലത്തിലൂടെയും ചൈന കൈവശം വച്ചിട്ടുള്ള ഇന്ത്യയുടെ സ്ഥലത്തിലൂടെയുമാണ്. അതിന് അനുമതി കൊടുക്കില്ല എന്നുള്ള കർക്കശമായ നിലപാട് നരേന്ദ്രമോദി എടുത്തിട്ടുണ്ട്. POK ഇന്ത്യയുടേതാണ്, ഇന്ത്യയുടെ അനുമതി ഇല്ലാതെ അവിടെ റോഡ് വെട്ടാൻ അനുവദിക്കില്ല എന്നാണ് ചൈനീസ് പ്രീമിയറിനോട് പറഞ്ഞത്. അപ്പൊ അവർ ധർമ്മസങ്കടത്തിലാണ്, കോടാനുകോടി അവർ നിക്ഷേപിച്ചോടെ. അപ്പോ ഇവിടെ ഒരു തർക്കം ഉയരുമ്പോ അപ്പുറത്ത് നേപ്പാളിനെ കൊണ്ട് വേറൊരു തർക്കം ഉണ്ടാക്കിയിട്ട് പ്രശ്നത്തിന് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ എന്നതാണ് ഇപ്പോൾ ചൈന ചിന്തിക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വേറൊന്ന്, അമേരിക്കൻ ജപ്പാനീസ് കമ്പനികൾ ചൈന വിട്ടിട്ട് വരുന്നത് ഇന്ത്യയിലേക്കാണ്. ഇപ്പോൾ കുറെ കമ്പനികൾ വന്നു കഴിഞ്ഞു. അവർക്ക് UP-യിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും ഹരിയാനയിലും മറ്റുമുള്ള BJP സർക്കാരുകളെല്ലാം സൗകര്യം ചെയ്തു കൊടുത്തു. ഭൂമി കൊടുക്കുന്നു, വൈദ്യുതി കൊടുക്കുന്നു. അതും ചൈനയെ പ്രകോപിപ്പിക്കുന്നുണ്ട്. അപ്പോ അവര് നേപ്പാളിനെ മുന്നിൽ നിർത്തി ഇന്ത്യക്കെതിരായിട്ട് കളിക്കാനുള്ള ശ്രമമാണോ എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇന്ത്യയുടെ നിലപാടുകൾ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ എന്താ എടുത്തിട്ടുള്ള നിലപാട്? ഇന്ത്യയും നേപ്പാളും ഇന്നും സൗഹൃദ രാജ്യങ്ങളാണ്. ഒരു ഹിന്ദു രാഷ്ട്രം എന്ന നിലയിൽ തന്നെയാണ് നേപ്പാളിനെ ഇന്ത്യ കാണുന്നത്. തമ്മിലുള്ള പ്രശ്നങ്ങള് നിലവിലുള്ള സംവിധാനം അനുസരിച്ച് ജോയിന്റ് ഗ്രൂപ്പിന്റെ പരിധിയിൽ വരുന്നതാണ്. അവരൊന്നിച്ചിരുന്നത് പരിഹരിക്കണം, അല്ലാതെ വിവാദങ്ങൾ ഉണ്ടാക്കലല്ല പ്രശ്നം. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ആഗ്രഹം നടക്കും എന്ന് തന്നെയാണ്. ചൈനയുടെ ആഗ്രഹം നടക്കാനും പോകുന്നില്ല. വീഡിയോ കണ്ടാൽ അത് ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമസ്കാരം.